ഈ ഇ.കെ. നായനാർ മുഖ്യമന്ത്രിയായിരുന്ന അവസരത്തിൽ പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മ വരികയാണ്. അതായത്, എടോ, ഞാനല്ല കാര്യം തീർച്ചപ്പെടുത്തുന്നത്, പാർട്ടി പറയും, അവിടുന്നാണ് കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞാൽ പാർട്ടി സെക്രട്ടറിയോ AKI സെൻട്രലിൽ നിന്നോ കാര്യങ്ങൾ തീർച്ചപ്പെടുത്തണം. അതനുസരിച്ചാണ് കേരളത്തിലെ ഭരണം കൊണ്ടുപോകുന്നത്. ഇപ്പോൾ അങ്ങനെയല്ലേ? സംശയം തോന്നുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് വളരെ ശക്തമായിട്ട് പറയുന്ന കാര്യമാണ്, അല്ലാതെ അബദ്ധം പറ്റി പറയുന്നതല്ല. ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഊന്നി പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഇടതുപക്ഷ മുന്നണിയുടെ നയം ഈ ഗവൺമെൻറ് നടപ്പാക്കുമെന്നുള്ള ഒരു വിശ്വാസവും ഞങ്ങൾക്കില്ല. ഇത് വെർബാറ്റിമാണ്, ഇത് കോട്ടാണ്, ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ പാർട്ടിയിൽ പിന്നെ പാർട്ടിക്ക് ഈ സർക്കാരിലുള്ള വിശ്വാസം ഇല്ലെന്നാണ്. അത് പാർട്ടി വിശ്വാസമാണോ എന്ന അവിശ്വസനീയമായ ഒരു പ്രസ്താവനയാണ് ഈ വന്നിരിക്കുന്നത്. നമ്മൾ ഇതുവരെ സാധാരണക്കാരായിട്ടുള്ള നമ്മൾ കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികളല്ലല്ലോ, നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതിനെല്ലാം ഘടകവിരുദ്ധമായ പ്രസ്താവന. വീണ്ടും ഞാൻ ആവർത്തിക്കാം: ഇടതുപക്ഷ മുന്നണിയുടെ നയം നടപ്പാക്കും ഈ ഗവൺമെൻറ് എന്ന ഒരു വിശ്വാസം ഞങ്ങൾക്കില്ല. അത് ആദ്യം മനസ്സിലാക്കുക എന്നാണ് അദ്ദേഹത്തിനോട് പറയുന്നത്. വിജയനാഥനോട് ഞാൻ പറയുന്നതല്ല, അദ്ദേഹം പറഞ്ഞ വെർബാറ്റിം ഞാൻ പറയുകയാണ്, ഡിറ്റോ എന്നെ പറഞ്ഞതാണ്. ഞാൻ വാസ്തവം പറഞ്ഞാൽ ഞെട്ടിത്തെറിച്ചു. ഇത് വലിയൊരു ബ്രേക്കിംഗ് ന്യൂസല്ലേ. അതായത് ഈ ഇടതുപക്ഷ മുന്നണി നയം ഈ ഗവൺമെൻറ് നടപ്പാക്കുന്നതിൽ MV ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഞെട്ടിത്തെറിക്കില്ലേ. പക്ഷേ ഇദ്ദേഹം പറയുന്നത് ഇത് ഞങ്ങൾക്കറിയാം എന്നാണ്, വളരെ കാലങ്ങളായിട്ട് അറിയാമെന്ന്. നോക്കൂ, നമ്മൾ ചരിത്രത്തിലേക്ക് പോയ MN ഗോവിന്ദൻ നായർ പാർട്ടി സെക്രട്ടറി ആയിരുന്നു. പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് അദ്ദേഹം മുന്നണിയുടെ നേതാവും കൂടിയായി. അദ്ദേഹം പറയുന്ന പോലെയാണ് കാര്യങ്ങളെന്ന് EMS വരെ ചെയ്തിരുന്നത്. എന്നിട്ടും EMSനാണ് കൂടുതൽ പ്രസിദ്ധി കിട്ടിയത്. EMSനാണ് കൂടുതൽ പ്രസിദ്ധി കിട്ടിയത്. അതായത് ജവഹർലാൽ നെഹ്റുവിന് കൂടുതൽ പ്രസക്തിയും കിട്ടി. പക്ഷേ സുഭാഷ് ചന്ദ്രബോസിന് അത് കിട്ടിയില്ല എന്ന് പറയുന്നത് പോലെ ഒരു സംഭവമാണത്. MN ഗോവിന്ദൻ നായരെ അങ്ങ് തള്ളി. അതുവരെ പാർട്ടി സെക്രട്ടറിമാരാണ് പ്രധാനപ്പെട്ട ആൾക്കാർ. പിന്നെ താങ്കൾ ഈ പറഞ്ഞ പോലെ E.K. നായനാരുടെ കാലത്ത്, E.K. നായനാരുടെ കാലത്തും ഞാൻ ഈ പറഞ്ഞ പോലെ MM ലോറൻസിനെ ഒരിക്കൽ കാണാനിടയായി. അദ്ദേഹമാണല്ലോ ഇടതുമുന്നണി കൺവീനർ, പോസ്റ്റിൽ AKG സെൻറ്ററിൽ കണ്ടു. അപ്പോൾ ഞാനൊരു ചോദ്യത്തിനിടയ്ക്ക് CPM ഭരിക്കുന്ന ഈ സമയം, CPM ഭരിക്കുന്നുണ്ടല്ലോ, മുഖ്യമന്ത്രി CPMൻ്റെ ആണല്ലോ, സംശയമില്ലല്ലോ എന്ന് വെച്ച് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം തിരുത്തുന്നു. അപ്പോൾ ക്രമേണ വരുന്നൊരു മാറ്റം, CPM ഭരിക്കുന്ന മന്ത്രിസഭയല്ല ഇത്, CPM കൂടി ചേർന്ന ഒരു മുന്നണി ഭരിക്കുന്ന മന്ത്രിസഭയാണ്. അപ്പോൾ അതെ ഇങ്ങോട്ട് വന്നിട്ട് MV ഗോവിന്ദൻ്റെ കാലം വന്നപ്പോഴത്തേക്കും പറയുന്നത് ഇടതുമുന്നണിയുടെ ഗവൺമെൻറ് അല്ല ഇത്. നോക്കൂ, ആദ്യം മുന്നണിയായിട്ട് ഭരിച്ചപ്പോഴും പാർട്ടിയുടെ ഗവൺമെൻറ്റാണ്. രണ്ടാമത് വന്നപ്പോൾ മുന്നണിയുടെ ഗവൺമെൻറ് MM ലോറൻസിൻ്റെ കാലം. ഇപ്പോൾ മൂന്നാമത് MV ഗോവിന്ദൻ വന്ന് അതിന് പുതിയ സിദ്ധാന്തം കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് ഇടതുമുന്നണിയുടെ ആഗ്രഹങ്ങൾ ഈ ഗവൺമെൻറ് നടപ്പാക്കും എന്നൊരു വിശ്വാസം ഞങ്ങൾക്കില്ല. ഞാൻ പറഞ്ഞ സ്തംഭിച്ചിരുന്നു പോയി ഇത് കേട്ടിട്ട്. വലിയ ബ്രേക്കിംഗ് ന്യൂസ് അല്ലേ. അതെന്താ ഈ MV ഗോവിന്ദന് ഒരു ബോധമില്ലാതെ പറഞ്ഞതുപോലെയാണല്ലോ ഇത്. അല്ല, തുടർന്ന് പറയുന്നുണ്ട് അദ്ദേഹം, ഈ അതിന് വിശദീകരണം നൽകുന്നുണ്ട്. അതായത് ഇത് ചില ആശ്വാസങ്ങൾ ജനങ്ങൾക്ക് നൽകാൻ കഴിയും ഇതിന്, അതുകൊണ്ടാണ്. ഇവിടെയും വേറൊരു വൈരുദ്ധ്യം വരുന്നുണ്ട് വിജയനാഥെ. പണ്ട് നമുക്കെല്ലാം അറിയാമല്ലോ, ഹിമാലയൻ ബ്ലണ്ടർ എന്ന് പറയുന്ന സംഭവം. കേന്ദ്രമന്ത്രിസഭയിൽ ഇടതുപക്ഷത്തിൻ്റെ സഹായത്തോടു കൂടി കോൺഗ്രസ് അധികാരത്തിൽ വന്ന മന്ത്രിസഭ, കേന്ദ്രമന്ത്രിസഭ. അതിൽ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് ജ്യോതി ബാസുവിന് കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. ജ്യോതി ബാസുവിനെ പ്രധാനമന്ത്രിയാക്കാമെന്ന് വരെ പറഞ്ഞതാണ്. വേണ്ട, ആവില്ല, ജ്യോതി ബാസുവിനാവണമെന്നുണ്ടായിരുന്നു എന്ന് തീരുമാനിച്ചു. അതിനെയാണ് ജ്യോതി ബാസു പിൽക്കാലത്ത് ഹിമാലയൻ ബ്ലണ്ടർ എന്ന് പറഞ്ഞത് കിട്ടാനുള്ള അവസ്ഥ. അന്ന് എന്താ പറഞ്ഞത്? അന്ന് പറഞ്ഞത് ഞങ്ങളുടെ നയം നടപ്പാക്കാൻ കഴിയാത്ത ഒരു ഗവൺമെൻറ്റിൽ പങ്കാളിത്തം വഹിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ബിമൻ ബോസ് ഉൾപ്പെടെയുള്ളവർ.
വെസ്റ്റ് ബംഗാളിൻ്റെ പാർട്ടി സെക്രട്ടറി ആയിരുന്നു ബിമൻ ദാ എന്ന് പറയുന്ന പ്രസിദ്ധനായ കമ്മ്യൂണിസ്റ്റ് നേതാവ്. ആദരങ്ങളോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യം എങ്ങനെയാണ്? ഞങ്ങളുടെ നയമാക്കാത്ത ഗവൺമെൻറ്റിൽ ഞങ്ങൾ ചേരില്ല. CPI കിട്ടൊരു കൊട്ടും കൂടിയായിരുന്നു. CPIയുടെ ഇന്ദ്രജിത് ഗുപ്ത ഉൾപ്പെടെ ആൾക്കാർ നേരത്തെ VP സിംഗ് ഗവൺമെൻറ്റിൽ അംഗങ്ങളായിരുന്നു. പ്രശസ്ത നമ്പർ 1 പാർലമെൻറ്റേറിയനായിരുന്നു ഇന്ദ്രജിത് ഗുപ്ത. അപ്പോൾ തങ്ങളുടെ നയം നടപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മന്ത്രിസഭയെ പങ്കാളിത്തം ഞങ്ങൾ വഹിക്കുമെന്നുള്ള CPIയുടെ നയത്തിന് നേരെ വിരുദ്ധരാണ് ഞങ്ങൾ എന്നാണ് അന്ന് പറഞ്ഞത്. ഇപ്പോൾ എന്താ പറയുന്നത്? ഞങ്ങളുടെ നയം നടപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മന്ത്രിസഭയിൽ ഞങ്ങൾ ചേരും. രണ്ടും വൈരുദ്ധ്യമല്ലേ? അന്ന് ബിമൻ ദാ പറഞ്ഞതിന് നേരെ വിരുദ്ധമല്ലേ ഇപ്പോൾ എം വി ഗോവിന്ദൻ പറയുന്നത്? നമുക്ക് അവരെ പോലുള്ള പോളിറ്റ് ബ്യൂറോയിൽ അംഗത്വമോ അവിടെ നിന്നുള്ള ചർച്ചകളിൽ പങ്കാളിത്തമോ ഇല്ല. പക്ഷെ പറയുന്നത് മുഴുവൻ ഓരോ പ്രാവശ്യവും ഓരോ പാർട്ടി കോൺഗ്രസ് വരുമ്പോഴും, ഇപ്പം മധുര കോൺഗ്രസ് വരാൻ പോവാം, അതിന് മുന്നോടിയായിട്ടുള്ള സംസ്ഥാന സമ്മേളനം ഇപ്പോൾ കൊല്ലത്ത് നടക്കുന്നു. ഈ VSന്റെ ഭരണകാലത്ത് പിന്നെ പാർട്ടി VSന്റെ കൈയും കാലും കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അതാണ് അന്ന് പാർട്ടി സെക്രട്ടറി ആരെ തരം പോലെ കാര്യങ്ങൾ. അത് പിണറായി അല്ലായിരുന്നു പാർട്ടി സെക്രട്ടറി. വളരെ പ്രസക്തമായൊരു കാര്യമാണ് വിജയനാഥ് പറഞ്ഞത്. ഇപ്പോൾ നോക്കൂ, പിണറായി വിജയൻ സൂര്യനാണ്, അതിൻ്റെ മുന്നിൽ മിന്നാമിനുങ്ങ് മാത്രമാണ് എം വി ഗോവിന്ദൻ. മനസ്സിലായോ? എം എൻ ഗോവിന്ദൻ നായർ നേരെ തിരിച്ചായിരുന്നു. എം എൻ ഗോവിന്ദൻ നായരാണ് നയങ്ങൾ തീരുമാനിക്കുന്നത്. EMS വെറും മുഖ്യമന്ത്രി മാത്രം. അങ്ങനെയായിരുന്നു അന്നത്തെ കാലം. അല്ല, ഇവരുണ്ടാക്കിയ ഒരു പ്രകടന പത്രികയില്ല. ഒരു കറക്റ്റ്. ആ പ്രകടന പത്രിക എന്ന് പറയുന്നത് ഇടതുപക്ഷ ആശയങ്ങൾ. അതാണല്ലോ ബിനോയ് വിശ്വം ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇടതുപക്ഷം എന്നുള്ളത് മറക്കരുത് പിന്നെ അദ്ദേഹം ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. പാവം, കഷ്ടം. അപ്പോൾ ഈ ഘടകകക്ഷികളൊക്കെ ഈ അഭിപ്രായത്തിന് അതൃപ്തരല്ലേ? അവരത് ശ്രദ്ധിക്കാൻ അവർക്ക് നേരമില്ലല്ലോ. ഇപ്പൊ അല്ല, ഘടകകക്ഷികൾ എന്ന് പറയാൻ ഇപ്പം CPI മാത്രം പ്രധാന ഘടകകക്ഷി, അല്ലാതുള്ളത് ആരാ? എല്ലാ ഒറ്റയാൾ പട്ടാളം. അവർക്ക് എങ്ങനെയെങ്കിലും ഒക്കെ മന്ത്രിസ്ഥാനം ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള യത്നം. മന്ത്രിസ്ഥാനം കിട്ടിയില്ലെങ്കിൽ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആവുക, ഇപ്പം ആയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് പതുക്കെ ഇനി അടുത്ത തവണ മന്ത്രിയാവാൻ വേണ്ടിയിട്ട് ശശീന്ദ്രനെ മാറ്റിയിട്ട് മന്ത്രിയാവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം. എത്ര ഇവർക്ക് നല്ല സ്വാധീനമുണ്ട്. ഇത് ഇങ്ങനെ നക്കാപ്പിച്ച കിട്ടാൻ വേണ്ടിയിട്ടുള്ള പാർട്ടികൾ മാത്രമല്ലേ ഉള്ളൂ. ഈർക്കിലി പാർട്ടികൾ ഇളമരം കരയും പറഞ്ഞ ഈർക്കിലി യൂണിയനുകൾ എന്ന് പറഞ്ഞ പോലെ ഈർക്കിലി പാർട്ടികളല്ലേ ഉള്ളൂ. വളരെ പ്രസക്തിയുള്ളതാണ്. ഇവരെയൊക്കെ കൊണ്ട് വല്ല പ്രയോജനവും നാടിനുണ്ട്? ഒന്നുമില്ല. ഈർക്കിലി പാർട്ടികൾ വേണ്ടെന്നല്ലോ. പക്ഷേ ഈ പാർട്ടി സമ്മേളനം തുടങ്ങാനിരിക്കെ, സംസ്ഥാന സമ്മേളനം തുടങ്ങാനിരിക്കെയാണ് MV ഗോവിന്ദൻ്റെ അഭിപ്രായം വന്നിരിക്കുന്നത്. അതെ, അത് പാർട്ടി തലത്തിൽ വലിയ ചർച്ചയാകത്തില്ലേ? ചർച്ചയാവേണ്ട കാര്യമല്ലേ? അത് നമ്മൾ പൊട്ടന്മാരായതുകൊണ്ടാണ്. ഇതെന്താണ് സംഭവിക്കുന്നത്? ആദ്യം പറയുന്നു പാർട്ടിയാണ് ഭരിക്കുന്നത്. അത് കമ്മ്യൂണിസ്റ്റ് സങ്കല്പം അങ്ങനെയാണ്. ഗവൺമെൻറ് അല്ല ഭരിക്കുന്നത്, പാർട്ടിയാണ്. പാർട്ടി ചെയർമാൻ ബ്രഷ്നേവ് അറിയപ്പെട്ടത് പാർട്ടി ചെയർമാൻ ബ്രഷ്നേവ്. മാവോസത്വം അറിയപ്പെട്ടത് പാർട്ടി ചെയർമാൻ മാവോസത്വവും. അതിനപ്പുറം ഒരു ഭരണാധികാരിയില്ല. സർവ്വ സൈന്യാധിപനും കൂടാണ്, സർവശക്തനുമാണ്. ഒരു പ്രധാനമന്ത്രി, ഒരു പ്രസിഡന്റ് ഒന്നുമില്ല അതിന് മുകളിൽ. പാർട്ടിയാണ് ഭരിക്കുന്നത്. പക്ഷെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ അവിടെ KPCC അധ്യക്ഷനാണോ വില വരുന്നത്, അതോ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിക്ക്? KPCC അധ്യക്ഷൻ ഒരു വിലയില്ല. മറ്റൊരു പാർട്ടിക്കും ഇല്ല. അതാണ് നമ്മൾ മുൻകാലങ്ങളിൽ കരുണാകരന്റെ കാലത്തും ഒക്കെ കണ്ടത്. JP നദ്ദയ്ക്ക് വിലയുണ്ടായിരുന്നു. നരേന്ദ്രമോദി വിളിക്കുന്നിടത്ത് ചെല്ലുക എന്നുള്ളതെല്ലാം വലിയ പ്രസക്തിയൊന്നും ഇല്ലത്. അങ്ങനെ മറ്റു പാർട്ടികളിലെല്ലാം രീതി ചെയ്താൽ പ്രധാനമന്ത്രി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, പ്രധാനമന്ത്രിക്ക് പാർട്ടിയിൽ സ്വാധീനമുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ പിണറായിക്ക് കണ്ണൂർ ജില്ലാ സമ്മേളനം നടന്നല്ലോ. ഈ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഈ സമ്മേളനം നടക്കും. ആ സംസ്ഥാന സമ്മേളനത്തിൽ അവിടെ MV ജയരാജൻ അല്ല കാര്യങ്ങൾ തീരുമാനിച്ചതും പ്രസംഗിച്ചതും തീരുമാനങ്ങൾ എടുത്തതും പിണറായി വിജയനാണ്. MV ജയരാജൻ ഒരു റോളും ഇല്ലായിരുന്നു അവിടെ, ഒരു റോളും ഇല്ലായിരുന്നു. ഇതും കൂടെ ചേർത്ത് നമ്മൾ വായിക്കേണ്ടതാണ് നമ്മുടെ G. സുധാകരൻ്റെ പ്രസ്താവന. പ്രായം 75 വയസ്സ് കൃത്യം നോക്കിയിരിക്കുമായിരുന്നു അദ്ദേഹത്തിനെ കട്ട് ചെയ്യാൻ. 75 ആയി ആ മണി അടിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പ്രായം കഴിഞ്ഞു. ഈ പിണറായി വിജയന് ഇത് ബാധകമല്ല. ഇക്കാര്യം G. സുധാകരനോട് തന്നെ ചോദിച്ചു പത്രപ്രവർത്തകർ. ശേഷിയാണ് കാര്യം, പ്രായമല്ല കാര്യം എന്ന് അദ്ദേഹം പറഞ്ഞു. പിണറായിക്ക് ശേഷിയുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം സുധാകരന് ശേഷിയില്ലെന്നാണ്. ശേഷിയില്ലെന്നോ? ഈ ശേഷിയുടെ മാനദണ്ഡം നീ എന്തുവാണോ? സുധാകരന് ഇപ്പോഴും നല്ല വാക്ചാതുര്യവും നല്ല എനർജറ്റിക്കും ഒക്കെ ആയിരിക്കും. ഒരസുഖത്തിനും അമേരിക്ക ചികിത്സിക്കാനും പോയിട്ടില്ല.
ഇവിടെ ചികിത്സിക്കാൻ പോകുന്നതാണോ ശേഷി? ഇപ്പോഴും അദ്ദേഹം അമ്പലപ്പുഴയിലൂടെ ഇറങ്ങി നടക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് നന്നായിട്ട് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു, പ്രസന്റ് ചെയ്യുകയും ചെയ്യുന്നു. അത് അമേരിക്കയിൽ പോയി ഈ അഴിമതി ഇല്ലാത്ത ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു കേട്ടോ. അതെ, ഒരു അഴിമതിയും നടക്കാത്ത കുറ്റമറ്റ രീതിയിൽ കാര്യങ്ങൾ പഠിച്ച് നടപ്പാക്കുന്ന ഒരാളെ, തൻ്റെ ഇടമുള്ള ഒരാളായിട്ട് ഈ PWD ഭരിക്കുക എന്ന് പറഞ്ഞാൽ പുലിപ്പുറത്ത് കയറിയിരിക്കുന്ന പോലെ മണികണ്ഠനെ പോലെ സമർത്ഥമായിട്ട് ചെയ്ത ഒരാളാണ്, ആരെയും കൂസാതെ തന്നെ. പിന്നെ ഈ ആവശ്യമില്ലാത്ത ദർശനങ്ങൾ നടത്താൻ പോയത് മാത്രമേ ദേവസ്വം കൂടെ ഭരിച്ചിരുന്നു. ആവശ്യമില്ലാത്ത ദർശനങ്ങൾ നടത്തുന്നു. അത് ഇങ്ങനെ അവർ ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിന് അടിയിൽക്കൂടുള്ള ദർശനങ്ങൾ നടത്തേണ്ട കാര്യമുണ്ടോ? അവിടെ പോയിട്ട് അവിടെയൊക്കെ ചില പാളിച്ച പറ്റിപ്പോയി. അവിടെ ഇരിക്കുന്ന ആ മൂർത്തിയല്ലേ ദർശനം നടത്തേണ്ടത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നോക്കേണ്ട കാര്യമുണ്ടോ? അത് മാത്രമേ അദ്ദേഹത്തിനൊരു പറ്റൂ. സത്യസന്ധമായിട്ട് പുള്ളിക്ക് തോന്നിയത് അങ്ങ് തുറന്നു പറയുന്നത്, തുറന്ന മനസ്സുള്ള ആളാണ് അദ്ദേഹം. ഒരു കള്ളത്തരം കമ്മ്യൂണിസ്റ്റുകാരൻ്റെ, ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു കള്ളത്തരവും ഇല്ലാത്ത ആളാണ് അദ്ദേഹം. പറയുന്ന ചെറുപ്പക്കാരുണ്ട് ഇഷ്ടം പോലെ, പക്ഷെ ഒരാൾക്കും എക്സ്പീരിയൻസ് ഇല്ല. അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. എക്സ്പീരിയൻസ് ഉണ്ടാവണ്ടേ അവർക്ക്? ഉണ്ടാവണമെങ്കിൽ സ്ഥാനമാനങ്ങൾ കൊടുക്കണ്ടേ? അത് എനിക്ക് തോന്നുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കുത്തും കൊടുക്കുന്നുണ്ട്. ശേഷിയാണ് പ്രധാനം. അത് പിന്നെ സുധാകരൻ കുത്തുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. ശേഷിയാണ് പ്രധാനം എന്ന് പറഞ്ഞപ്പോൾ അത് കുത്തു തന്നെ അല്ലേ എന്നെനിക്ക് സംശയമുണ്ട്. ഇടയ്ക്കിട്ട് നേരിട്ട് പറയാൻ ആർക്കും ധൈര്യമില്ല ഇപ്പോഴും. വിമർശിക്കാൻ ധൈര്യമില്ല. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, പിണറായി വിജയനെ ആരും വിമർശിക്കുന്നില്ല എന്നുള്ളത് തെറ്റാണ്. സംഘം ആയിട്ട് ചേർന്നിട്ട് ചർച്ചകൾ നടത്തും. ആ സംഘത്തിൽ ചർച്ച നടത്തിയതിനു ശേഷം ഒരാളിത് പ്രസൻറ്റ് ചെയ്യും. ആ പ്രസൻറ്റ് ചെയ്ത ആൾ ഈ സംഘത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പറയണം. തൊട്ടടുത്ത് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പോൾ ഈ വിമർശിക്കാനുള്ള ശേഷിയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? തിരുവായിക്ക് എതിർവായില്ല. അങ്ങനെ മൂന്നാം തവണയും മുഖ്യമന്ത്രിയായിട്ട് പിണറായി തന്നെ വരും. ഇങ്ങനെ ചില കൊട്ടുകൾ അദ്ദേഹത്തിന് കൊടുക്കാവുന്നതല്ലാതെ നേരിട്ട് അദ്ദേഹത്തിന് പോലും കാര്യങ്ങൾ തുറന്നു. പക്ഷേ പാർട്ടിക്കുള്ളിൽ അദ്ദേഹം പറയുന്നുണ്ടായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ തലം വളരെ താഴ്ന്ന തലമല്ലേ. അവിടെ പറഞ്ഞിട്ട് പ്രയോജനവുമില്ല. അവിടെ നിന്ന് ബുദ്ധിപൂർവ്വം മാറി. പിന്നെ നമ്മളൊരു കാര്യം കൂടെ തിരിച്ചറിയേണ്ടതുണ്ട്. എന്തായിരുന്നു ഈ ആലപ്പുഴ സമ്മേളനത്തിലുമൊക്കെ ഈ വിവാദങ്ങളും അതുപോലെ തന്നെ വിഭാഗീയതകളും? ഒന്നുമില്ല. സർവ്വ സൈന്യാധിപനായിട്ട് എല്ലാം പിണറായിയുടെ കാൽ കീഴിൽ ആണ്. പാർട്ടിയും ഭരണവും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കാൽ കീഴിൽ ഞെരിഞ്ഞ് അമർന്ന് ഇരിക്കുന്നു. അതിൽ അദ്ദേഹത്തെ സമ്മതിച്ചേ പറ്റൂ. അത് കഴിവ് തന്നെ. നരേന്ദ്രമോദി അല്ല ഫാഷിസ്റ്റ്, പിണറായി വിജയൻ തന്നെയാണ്. കാരണം പാർട്ടിയെ, ഭരണത്തെ എല്ലാം അദ്ദേഹവും കുടുംബവും അവരുടെ കാൽ കീഴിൽ അമർത്തി വച്ചിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കഴിവായിരിക്കാം, കഴിവുകേടായിരിക്കാം, എന്തായാലും ശരി അതൊരു ഫാഷിസ്റ്റ് രീതി തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതൊരു കമ്മ്യൂണിസ്റ്റ് രീതിയാണെങ്കിൽ കമ്മ്യൂണിസവും ഫാഷിസവും തമ്മിലുള്ള അകലം വളരെ നേരിയതുമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.